ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2024 അടിപൊളിയായിട്ടെന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ 7-ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഉണ്ടായിരുന്നത്. ഏകദേശം 2 വർഷം ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ അത് നമ്മളൊരു 9 ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാലമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡിസംബർ മാസം നല്ലൊരു ഓഫർ വന്നപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡിസി വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ള സ്ക്രീന്. ഇത് ഞാൻ ഓണായി കാണിച്ചു തരാം. ഓണായി വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇത് നമ്മുടെ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ, ഷോർട്ട് കട്ടാണ്. അതുപോലെ തന്നെ ടൈം, ഡേറ്റ് ഒക്കെ ഇതിൽ കാണിക്കും. പിന്നെ റേഡിയോ, ഇത്ര ഓപ്ഷൻസാണ് ഷോർട്ട് കട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ താഴത്ത് നാവിഗേഷൻ, അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ഒന്നുകൂടി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ, ബ്ലൂടൂത്ത്, റേഡിയോ, ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൽ ആപ്ലിക്കേഷനിൽ ഇതൊക്കെ ഇതിൻ്റെ ഓപ്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് EQ സെറ്റിങ്സ്, നമ്മളെ മ്യൂസിക്കിൻ്റെ EQ, അതായത് DSP എന്ന് പറയുന്ന സാധനം ഇതിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ. അത് നമുക്ക് സെറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇതാ ഓരോ മോഡ്, അതുപോലെ തന്നെ പിന്നെ റീസ്റ്റോർ ചെയ്യാം. ഇത് നമ്മളുടെ സൗണ്ടിൻ്റെ കൺട്രോൾസ്, അതായത് ഏത് സൈഡിലാണ് നമ്മൾ ഇരിക്കുന്ന ആ രീതിയിലേക്ക് സൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാർ സെറ്റിങ്സ്, ഒരുപാട് സെറ്റിങ്സ് ഇതിൽ വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ലോഗോ സെറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ കോമൺ സിസ്റ്റം, ജനറൽ സെറ്റിങ്സിൽ കോമൺ, ഡിഫോൾട്ട്, ഇതൊക്കെ ഇതിലുള്ള സെറ്റിങ്സ് ആണ്. ഇത് കൂടുതൽ എനിക്ക് പറഞ്ഞതൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഗൂഗിൾ ക്രോം ഉണ്ട്. ഇതാണ് ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ ഓപ്ഷൻ. നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഇതിൽ പാട്ട് കേൾക്കാൻ പറ്റും. ബ്ലൂടൂത്ത് മ്യൂസിക്കിൻ്റെ ഓപ്ഷനാണിത്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ വേറെയുണ്ട്. പിന്നെ ഇത് ഫയൽ എക്സ്പ്ലോറർ. നമ്മുടെ ഇതിൽ 2 പെൻഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് അറ്റ് എ ടൈം 2 കൊടുക്കാം. നമ്മുടെ ഡാഷ്ബോർഡ് ഈ ഗ്ലൗ ബോക്സിൻ്റെ ഉള്ളിലേക്കാണ് ഈ പെൻഡ്രൈവിൻ്റെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ GPS-ൻ്റെ മൊഡ്യൂളും വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ മാപ്പ്, അതുപോലെ തന്നെ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്ക്രീൻ സേവർ. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മുടെ ഫോണുമായിട്ടുള്ളൊരു കണക്ടിവിറ്റിയാണ്. ഞാൻ കണക്ട് ചെയ്യാറില്ല, അത് കണക്ടിവിറ്റി ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് കോളിങ്, നമ്മൾ കണക്ട് ചെയ്ത് ഇതിൽ ഡയൽ വരും. നമുക്ക് നമ്പേഴ്സൊക്കെ അടിച്ച് ഇതിൽ തന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇത് സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ ഇതാണ്. ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ വണ്ടി സ്റ്റിയറിംഗ് കൺട്രോൾ ഇല്ല, അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പിന്നെ ടൂൾ ബോക്സ്, ഇത് GPS മോണിറ്റർ, അതുപോലെ തന്നെ കുറച്ച് സെറ്റിങ്സ്, OBD കണക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ വാൾപേപ്പർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിലുള്ള ഡിഫോൾട്ട് വാൾപേപ്പേഴ്സാണ്. പിന്നെ യൂട്യൂബ് ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യം. ബ്ലൂടൂത്ത് വൈഫൈ കണക്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇത് 7 ഇഞ്ച് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മാറ്റുന്നത്. എല്ലാവരും 9 ഇഞ്ചിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് 9 ഇഞ്ചിലേക്ക് മാറണം തോന്നി. അത് വന്നിട്ടുണ്ട് സാധനം. ടെഷ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ്. പിന്നെ വേറെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത വെക്കുമ്പോൾ ജസ്റ്റ് ഒരു പാനലും കൂടി വെച്ച് കുറച്ചും കൂടി പുറത്തേക്കാണ് ഉണ്ടാവുക. അപ്പോൾ അത് പിന്നെ പാനലും കൂടി വരുത്തിയിട്ടുണ്ട്, ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. അതും എല്ലാം കൂടി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ഞാൻ കാണിച്ചു തരാം. അതുകൂടാതെ ഇത് ഇങ്ങനെ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഇത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിന് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ എന്താ നമുക്ക് പുതിയ സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ആൻഡ്രോയിഡ് സിസ്റ്റം 9 ഇഞ്ചിൻ്റെ ടെഷ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് 1 ഇയർ വാറണ്ടി, അതുപോലെ തന്നെ 6 മാസം ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ബ്ലൂടൂത്ത്, വൈഫൈ, സ്പ്ലിറ്റ് സ്ക്രീന്, ഫ്രണ്ട് ആൻഡ് ബാക്ക് HD ക്യാമറ സപ്പോർട്ട് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വെക്കാം. പിന്നെ അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ, നാവിഗേഷൻ മാപ്പ്, അതുപോലെ തന്നെ 1080 അൾട്രാ HD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഏകദേശം ഈ ഒരു മോഡലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്കിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വാട്സപ്പ് നമ്പർ കിട്ടും. അതിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാം. ഇവരുടെ ഡീറ്റെയിൽസും ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈ സൈഡിൽ ഒരു ടെഷ എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് 9 ഇഞ്ചും 10 ഇഞ്ചുമാണ്. ഇത് TS9 ആണ് ഇത് പ്രൊസസ്സർ വരുന്നത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ഉണ്ട്. പിന്നെ ഇതിന് MRP കൊടുത്തത് 35,000 ആണ്. ഈ റേറ്റ് ഒന്നും നല്ല ചെറിയൊരു പൈസ കിട്ടുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഈ 30,000 നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ഇവിടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ട് പിന്നെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇത് നമ്മുടെ വയറിംഗ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ബോക്സിൽ കണ്ടൻറ്റ്, അതായത് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ്, RCA കേബിൾ, മൈക്രോഫോൺ, GPS ആൻഡ് വാറണ്ടി കാർഡ്, USB എക്സ്റ്റൻഷൻ കേബിൾ, പിന്നെ ക്യാമറ ഇൻപുട്ട്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിക്ചർ മോഡ്, സ്പ്ലിറ്റ് സ്ക്രീൻ മോഡ്, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ്, യൂട്യൂബ്, HD വീഡിയോ പ്ലേബാക്ക്, ഓഡിയോ ഔട്ട്പുട്ട്, ഹാർഡ്വെയർ ഇൻ്റഗ്രേറ്റഡ് UI, പിന്നെ കപ്ലർ ടു കപ്ലർ കണക്ഷൻ, എക്സ്റ്റേണൽ മൈക്ക്, എക്സ്റ്റേണൽ GPS മൊഡ്യൂൾ, പിന്നെ ബ്ലൂടൂത്ത്, സ്റ്റിയറിംഗ് കൺട്രോൾ, പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട്. നിങ്ങളിരിക്കുന്നുണ്ട് ഇതിൽ ഹെഡ് യൂണിറ്റ് പേജിലാണ് ഞാൻ ഈ തിരിച്ച് മറിച്ച് വിടുന്നിരിക്കുന്നത്. കാരണം ഇതിൽ ഹെഡ് യൂണിറ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ പാനലിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഉള്ളത് കേബിൾസ് മാത്രമേ ഉള്ളൂ. ഹെഡ് യൂണിറ്റ് ഞാൻ കേബിൾ വരുന്നത് കപ്ലർ ടു കപ്ലർ കണക്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഹെഡ് യൂണിറ്റ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്നത് ഇത് മൈക്ക്, എക്സ്റ്റേണൽ മൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്
നമ്മളുടെ ഓക്സിലറി, നമ്മുടെ സൗണ്ടിൻ്റെ കണക്ഷൻ, സബിൻ്റെ കണക്ഷൻ, അതുപോലെ തന്നെ എക്സ്റ്റേണൽ മൈക്കിൻ്റെ കണക്ഷനൊക്കെ വരുന്ന കേബിൾസാണ്. പിന്നെ GPS മൊഡ്യൂളാണിത്. പിന്നെ 2 USB കണക്ഷൻ വരുന്നുണ്ട്. USB-ൻ്റെ കണക്ഷൻ ഇത് രണ്ടും ഇപ്പോഴത്തേനും 2 ഉണ്ട്, പുതിയതിനും 2 വരുന്നുണ്ട്. ഇനി ഞാൻ ഹെഡ് യൂണിറ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ ഇതാണ് ഹെഡ് യൂണിറ്റ് വരുന്നത്. 9 ഇഞ്ചിൻ്റെ ഹെഡ് യൂണിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കവറിംഗ് ഒക്കെ വരുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് വിളിക്കാം. പിന്നെ ഈ ഒരു പോർഷൻ ഇത് നമ്മൾ പാനൽ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. ഈ ഒരു പാനലിൻ്റെ വിലയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഓരോ വണ്ടിക്കും ഓരോ രീതിയിലാണ് പാനൽ വരിക. അപ്പോൾ ഇത് നമ്മുടെ എറ്റിയോസ് ഡിവാൻ്റെ പാനലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഹെഡ് യൂണിറ്റ് ഇപ്പോൾ ഉള്ള ഹെഡ് യൂണിറ്റ് കഴിച്ചതിന് ശേഷം അതിൻ്റെ പാനലിൻ്റെ മേലെ ഇത് ഫിക്സ് ചെയ്യണം. അതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. അപ്പോൾ നമ്മളിത് അഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് വേഗം അഴിച്ചതിന് ശേഷം ഞാൻ പുതിയ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാണാം, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കപ്ലർ ടു കപ്ലർ കണക്റ്റ് ആണ്. അത് വേറെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഊരി എടുക്കുക, കപ്ലർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം കാണാം. എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാനലിലേക്ക് ഫിക്സിങ് വരുന്നത്. നല്ല ഫിനിഷിങ് ഉണ്ട്. ഇതായത് ഈ സൈഡൊക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഹെഡ് യൂണിറ്റ് അവിടെ വണ്ടിയുടെ ഉള്ളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കാണിക്കാം. എന്നിട്ട് ഈ കവറൊക്കെ നമ്മുടെ സെറ്റ് മൊത്തം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെറ്റിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. ഇതിൻ്റെ കവർ നമുക്ക് പൊളിക്കാം. ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഫിനിഷിങ് ഈ രീതിയിലാണ് ഫിനിഷിങ് വരുന്നത്. എക്സ്ട്രാ ഇതുപോലെ ഒന്നുമില്ല. നമുക്കിത് ഓണാക്കി വെക്കാം. ഇത് ഓൺ ചെയ്ത് വരുന്ന ഓപ്ഷനാണ് ഇതിൻ്റെ മെയിൻ. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിസ്പ്ലേ, അതായത് മെയിൻ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ റേഡിയോ, മാപ്പ്, വീഡിയോ, മ്യൂസിക്, ബ്ലൂടൂത്ത്. ഇതാണ് ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ ഓപ്ഷൻ, ആപ്പിൾ കാർപ്ലേൻ്റെ ഓപ്ഷൻ. ഇത് ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ. ഇതിപ്പോൾ ആപ്പിൾ കാർപ്ലേ തൊട്ട് പോയതാണ് സംഭവം. ഇത് കണക്റ്റ് ആയി. ഇതിപ്പോൾ എൻ്റെ ഫോണായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി ഇത് ആൻഡ്രോയിഡ് ഓട്ടോ. പിന്നെ ഇതിൻ്റെ ആപ്സ് ഇങ്ങനെയാണ് വരുന്നത്. ക്രോം, റേഡിയോ, മ്യൂസിക് പ്ലെയർ, വീഡിയോ പ്ലെയർ, ബ്ലൂടൂത്ത് മ്യൂസിക്, സെറ്റിങ്സ്, ഫയൽ മാനേജർ, പ്ലേ സ്റ്റോർ, മാപ്പ്. ഇത് കാറിൻ്റെ സെറ്റിങ്സ്. നമ്മൾ ഇതിൻ്റെ മാപ്പ് നമ്മൾ ഓണായി വരുമ്പോൾ വണ്ടീൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എംബ്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ DSP, പിന്നെ തീമൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ GPS-ഉം ഇതേപോലത്തെ കുറച്ച് ഇതുവഴിയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ കണക്റ്റ് വരുന്നത്. ഇതിൻ്റെ USB-ൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെയാണ്. ഗ്ലൗ ബോക്സ് തന്നെ കൊടുത്തു. അതുപോലെ തന്നെ മൈക്ക് ഇത് അവിടെ വരുന്നുണ്ട്. പിന്നെ GPS-ൻ്റെ മൊഡ്യൂൾ ഇവിടെ ഒട്ടിച്ചില്ല. കുറച്ചും കൂടി ഒന്ന് പൊടിയെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഒട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഉള്ളത്. ഇനി ഞാൻ ഇത് അഴിച്ചു വെച്ച ഹെഡ് ഡിസ്പ്ലേയും കൂടി ഒന്ന് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പവർ കേബിൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. അത് ഓരോ വണ്ടിക്കും കപ്ലർ ടു കപ്ലറാണ് വരുന്നത്. ബാക്കിയുള്ള 2 USB ഉണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറയുടെ കണക്ഷൻ ഉണ്ട്. പിന്നെ ഓഡിയോ കണക്ഷൻ. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് GPS-ൻ്റെ മൊഡ്യൂളൊക്കെ ഉണ്ട്, അതൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് നൈറ്റിലുള്ള വ്യൂ. ഇതിൽ തന്നെ തീം നമുക്ക് ഒരുപാട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ തീം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 10-ന് മേലെ തീം ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട്, 10-ഒന്നല്ല 20-ന് മേലെ തീം ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മ്യൂസിക്കിൻ്റെ എഫക്റ്റ് സാധാരണ ആൻഡ്രോയിഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി, ഒരു വോളിയം ഒക്കെ കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയും വോളിയം കിട്ടുന്നത്. അതുപോലെ തന്നെ സബ് ചെയ്യാൻ കണക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്കിത് ഇപ്പം കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ DSP എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. DSP-ൻ്റെ ഓപ്ഷനിൽ കുറച്ച് അധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. EQ, അതുപോലെ സറൗണ്ട്, സബ് വൂഫർ, DSP, ASP, ബാലൻസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏതാണെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് യൂസർ ഇതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ന്യൂസ്, ജാസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടച്ചിൻ്റെ റെസ്പോൺസ് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ടച്ച് റെസ്പോൺസാണ്. പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേനെ പറ്റി പറയുകയാണ്. ഞാൻ ആൻഡ്രോയിഡ് ഓട്ടോ നോക്കിയില്ല. ആപ്പിൾ കാർപ്ലേ നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് വഴി ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ തന്നെ കയറുമ്പോൾ തന്നെ വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഫാസ്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ സൗണ്ടിൻ്റെ ക്വാളിറ്റി കൂടുതലുണ്ട്. ടച്ച് സ്ക്രീനിൻ്റെ റെസ്പോൺസ് ഫാസ്റ്റാണ്. പിന്നെ 1 ഡേ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നാവിഗേഷനൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നാവിഗേഷന് നെറ്റിനെ ഇതാക്കുന്നുണ്ട്. കുറച്ച് നെറ്റിന് അതിൻ്റെ ഒരു നെറ്റിനൊരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിനാണ് കാര്യം ഡിലേ ആകും. പക്ഷേ അങ്ങനെ ഡിലേ ഒന്നും തോന്നിയിട്ടില്ല. ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 1 ഡേ യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല. കപ്ലർ ടു കപ്ലർ ആയതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചതുകൊണ്ട് അത് പിന്നെ ഒരു ബോറാകുന്നതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ആക്കി തരാം. അല്ലെങ്കിൽ അതിൻ്റെ അറിയുന്നവരുടെ നമ്പറൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പൊടിച്ച്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.